അല്ല, കുറെ നേരമായാലും നിങ്ങളിങ്ങനെ നമ്മളെ നോക്കണ്. എന്താ നിങ്ങളെ ഉദ്ദേശം? എന്താ നിങ്ങൾ ആലോചിക്കണേ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു അഹമ്മദ് കുട്ടി എത്ര സുന്ദരനാണ്. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഇക്കാക്ക് ഗൾഫിൽ എന്തായിരുന്നു പണി? ഷെയ്ക്ക്. ഷെയ്ക്കോ? അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ഷവലെടുത്തൊരു മണ്ണിനടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഷെയ്ക്ക്, അതിന് അവിടെ നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിക്സറിലേക്ക് ഒരു ഷെയ്ക്ക്, പിന്നെ അവിടെ മൊത്തം ഒരു ഫുൾ ഷെയ്ക്കാണ്. അങ്ങനെ നമ്മളവിടെ ഷെയ്ക്കായിട്ട് വിലസുമ്പോഴാണ് നമ്മളെ പെട്ടിന്റെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടണത്. എന്ത് സാധനം? എന്ത് സാധനം? നമ്മളൊരു പഴയ സുഹൃത്തിന്റെ ഒരു കല്യാണക്കുറി, പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നുകൊണ്ടുള്ള ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. ഒരു വീക്കണില്ലേ? അത്ര നീട്ടണ്ടല്ലേ? നീട്ടണമെന്നല്ല, താനിത് തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല. കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിടാം. പിന്നെ കഷ്ടൊരു ഫർലോങ് നീന്തണം. അറബി പോലീസിന്റെ കണ്ണിൽപ്പെട്ടാൽ? അതിന് അറബി പോലീസിന്റെ മൂക്കിന്റെ അകത്തേക്കല്ലല്ലോ നിങ്ങൾ നീന്തി കയറുന്നത്. പോലീസും കില്ലീസും ഒന്നും ഇല്ലാത്ത ഒരുപാട് കടപ്പുറം ഗൾഫിലുണ്ട്. അത് ഗഫൂറിന് നല്ലപോലെ അറിയാം. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അപ്പൊ പിന്നെ നാളെ തന്നെ ജോലിയിൽ പ്രവേശിച്ചോളൂ. നാളെ പറ്റില്ല, എനിക്ക് റെസ്റ്റ് എടുക്കണം. വല്ലാത്ത ക്ഷീണം. ആയിക്കോട്ടെ, പക്ഷെ ഈ റെസ്റ്റ് എന്നും വേണ്ടി വരുമോ? ഇല്ല, വർക്കിംഗ് ഡേയ്സിൽ മാത്രം. നിനക്ക് കാണിച്ചു കളിക്കാനറിയോ? നിനക്ക് എത്ര വയസ്സായി? ഇനി എപ്പോഴാണ്ടാ ഇതൊക്കെ പഠിക്കുന്നത്? ലൈഫിലൊരു പുരോഗമനമൊക്കെ വേണ്ടേ? ഞാൻ 8ാമത്തെ വയസ്സ് പഠിച്ചിട്ടുണ്ട് ഇക്കാര്യം. ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ്. അല്ല, എപ്പോഴാ പോയി കിടന്ന? ആർക്ക് വരുന്നുണ്ട്? ഞാൻ ഉറങ്ങി എണീച്ച് നോക്കുമ്പോ തൊഴുത്തില്ല. തല പൊന്തണ്ടേ? വെള്ളത്തിൽ മുങ്ങാന്ന് വിചാരിച്ചു വന്നതാ. മഹർഷേ, എന്റെ മോനെ, അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ ലജ്ജാതി വണ്ട്. അതോ 2-3 എറ്റാണോ? 10-40 വണ്ട് കൂടിയിട്ടല്ലേ ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്നത്? നശിപ്പിച്ച് ചോദിക്കാനുണ്ടോ? 10-40 വണ്ട് കൂടെ പിന്നെ നശിക്കൂലേ? എന്റെ അബ്ദുക്ക, നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ, അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിള ഭാഷ പറഞ്ഞ് നാടൻ പറഞ്ഞ് കൊളാക്കരുത് കേട്ടോ. കുമാര, അനക്ക് ഇതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാരെ മുമ്പിൽ വർഗീയത പാടില്ല. മലബാറിൽ 7 മഹർജി ജനിച്ചാലും ഇങ്ങനെ പറയും. ഡോക്ടറാണല്ലേ? ഡോക്ടർ അല്ലാണ്ട് പിന്നെ ഇങ്ങനൊരു സാധനം കഴിച്ചിട്ട് നടക്കണോ? അത് നോക്കണ്ട. പരമശിവൻ പാമ്പിനെ കൗത്തിലിട്ട് എടുക്കണില്ലേ? അത് മൂപ്പര് പാമ്പിനെ പിടുത്തക്കാരായിട്ടാ? അയ്യോ, ഇരിക്കേ. ഇതെന്താ? വിസിറ്റിംഗ് കാർഡ് 2 അതൊന്നു പോയി പോയാൽ മറ്റേത് ഉപയോഗിക്കാലോ എന്ന് വെച്ചിട്ടാ. അപ്പൊ 2 കൂടി പോയാലോ? ഇതൊന്നും കൂടി ഉണ്ട്, 3 ഇങ്ങൊക്കെ ആയിക്കോട്ടെ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? സാറല്ലേ, സാറല്ലേ, എടി സാറല്ലേ, വാതിലോർക്കടി. അച്ചോട്ടനാണ്, കീലേരി. ഇവിടെ സരളെങ്കിലും താമസമില്ല. ഇതുവരെ രാത്രിയിലെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പട്ടാ പകലുമായി. പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വായിക്കാൻ അറിഞ്ഞൂടെ? ഞാൻ പറയടാ. ഞാൻ സരള എനിക്കറിയില്ല. സരള ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല. നീയൊക്കെ കൂടി അവളെ ഇവിടുന്ന് കാര്യം അയച്ചോ? അല്ല. എന്താടാ നിന്റെ ജോലി? ഞാൻ മാജിക്. മാജിക്കോ? നേരാൻ വണ്ണം വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോണം. കുത്തി കുടലെടുത്തല്ലേ ഞാൻ. കൊല്ലും കൊലയും കീലേരിക്ക് പുത്തരിയല്ലടാ. ഉണങ്ങിയ ഓലയും മടലൊക്കെ ഞാൻ എടുത്തോട്ടെ മുതലാളി. നിനക്കല്ലാണ്ട് പിന്നെ ആർക്ക് കൊടുക്കാന്? ഓലയും കൊതുമ്പും മട്ടലും എല്ലാം എടുത്തോണ്ടിരിക്കോ. ഇങ്ങോട്ട് വാ. നീ ഇതേറ്റ് വീട്ടിലെത്തുമ്പോ അമ്മനോടൊന്ന് പറഞ്ഞേക്കണം, അയമുട്ടിക്ക് പിന്നാമ്പുറത്തൂടെ വരുന്നുണ്ടെന്ന് കേട്ടോ.